സർപ്രൈസ് കിട്ടുമെന്ന് ഒന്നും പറയാൻ പാടില്ല. സന കിട്ടൂല്ലേ അറിയില്ല. ഹായ് ഹലോ കേസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നുണ്ടല്ലോ സനയുടെ മദ്രസയിൽ പ്രോഗ്രാം കാണാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ഒപ്പം എൻ്റെ ഇത്താത്തയുടെ മക്കൾസും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സന 2 ഐറ്റത്തിനാണ് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് പ്രസംഗത്തിനും അതുപോലെ തന്നെ ഒന്ന് ഗ്രൂപ്പ് സോങ്ങിനായിരുന്നു കേട്ടോ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ സനയുടെ മദ്രസയിൽ അപ്പിച്ച് കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു 9 o'clock പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു 10-10:30 ഒക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ചെന്നപ്പോഴത്തേക്കും പ്രോഗ്രാം ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ കുട്ടികളെല്ലാവരും അവിടെ കിടന്ന് ഓടി കളിക്കായിരുന്നു കേട്ടോ. പാരൻസ് വളരെ കുറവായിരുന്നു, ആകെ കുറച്ച് പേര് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പ്രോഗ്രാം നമ്മൾ അവിടെ നിന്ന് കണ്ടപ്പോഴത്തേക്കും സനയുടെ പ്രോഗ്രാം തുടങ്ങിയായിരുന്നു കേട്ടോ. ആദ്യം തന്നെ പ്രസംഗമായിരുന്നു കേട്ടോ. ഈ വേദിയിൽ കൂട്ടുകാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കൂട്ടുകാരില്ലാത്തവ നമ്മിലാരും ഉണ്ടാവില്ലല്ലോ. ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ അയാളുടെ കൂട്ടുകാരനെ കുറിച്ച് അറിഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട്. കൂട്ടുകാരന്റെ എല്ലാ സ്വഭാവവും അവനെ കാണുന്നതാണ് അർത്ഥം. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ ചാര്യ ചാര്യം നടന്നത്? പഴമക്കാർ പറഞ്ഞതാണ്. അനുഭവം തന്നെയാണ് അവരെ അത് പഠിപ്പിച്ചത്. കൂട്ടുകാർ കാരണമായി തെറ്റുകൾ ചെയ്യുകയും ഒടുവിൽ കുടുംബത്തിനും നാടിനും ചീത്തപ്പേരുണ്ടാക്കുന്ന എത്ര പേരുടെ വർത്തമാനം നാം കേൾക്കാറുണ്ട്. ആയതിനാൽ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്, നാം നല്ല കൂട്ടുകെട്ടും ചങ്ങാത്തവും സ്ഥാപിക്കുകയും എങ്കിലേ നമുക്ക് നല്ലവരായി തീരാൻ സാധിക്കും. മഹാനായ മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരായിരുന്നു അത്? മറ്റാരുമല്ല, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. സിറാ ഗുഹയിൽ വെച്ച് അദ്ദേഹം നബിയെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത കാര്യം നാം എല്ലാം പഠിച്ചിട്ടില്ലേ? അത്ര ഉത്തമ കൂട്ടുകാരാവട്ടെ നമ്മുടേതും. മറ്റുള്ളവരെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. പറയാൻ ഇനിയും ഒരുപാടുണ്ട്, പക്ഷെ സമയം എന്നതിന് അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ കുറച്ച് പ്രസംഗത്തിലെ വിഷയം നിങ്ങൾ ഗൗരവത്തിൽ എടുക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. നല്ല കൂട്ടുകാരുമായി നമുക്ക് കൂട്ടുകൂടി ഉത്തമരായി തീരാമെന്ന് ആശംസിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രോഗ്രാം നടക്കുന്നതിനിടയിൽ പിള്ളേരൊക്കെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ കമ്മിറ്റിക്കാരും അതുപോലത്തെ ഉത്സാഹമാർക്കും മിണ്ടാണ്ടിരിക്കാനൊക്കെ പറയുന്നുണ്ടെങ്കിലും പിള്ളേർ അത് കേട്ട ഭാവമേ നടിക്കുന്നില്ല. എല്ലാവരും ഭയങ്കര ബഹളമായിരുന്നല്ലോ. ഓരോ പിള്ളേരുടെയും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ബാക്കിലുള്ള പാരൻസിന് ഇതൊന്നും കാര്യമായിട്ട് കേൾക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ പോയിരുന്നവർക്ക് കാര്യമായിട്ട് കേൾക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സനയുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഗ്രൂപ്പ് സോങ് നമ്മുടെ റിലേറ്റീവിൻ്റെ തന്നെ പിള്ളേരുടെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടു. പരിപാവനമായോരസർമുല്ല പരിശുദ്ധ റസൂലോടെ ലാഹൂത്തിനധിപതിനൂറെ ലാവണ്യത്തിനൊളി ബദറേ ലാഹൂത്തിനധിപതിനൂറെ ലാവണ്യത്തിനൊളി ബദറേ ജിന്നും ജബൽ ജിബാലും പറവകളൊക്കെ പടച്ചവനെ അഹദേ ജന്നാത്തുൽ ഫിർദൗസിൽ കൊടുത്തൊരു പേര് മുഹമ്മദേ. ജിന്നും ജബൽ ജിബാലും പറവകളൊക്കെ പടച്ചവനെ അഹദേ ജന്നാത്തുൽ ഫിർദൗസിൽ കൊടുത്തൊരു പേര് മുഹമ്മദേ. ഖുദ്സിന്റെ മിനാരമിലൂടെ മാനമിലേറി പറഞ്ഞവരെ മിഹ്റാജ് മന്നാജത്ത് മുനാജ നടത്തിയ മുന്നഹദേ. അസ്സലാമു അലൈക്കും. ആദരവായ റസൂലുള്ളാഹ് ആലം വാതും നൂറുള്ളാഹ് ആരിലുമേറ്റം പ്രിയമുള്ള ആദലായ ഹബീബുള്ളാഹ്. ആദരവായ റസൂലുള്ളാഹ് ആലം വാതും നൂറുള്ളാഹ് ആരിലുമേറ്റം പ്രിയമുള്ള ആദലായ ഹബീബുള്ളാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
രാവിലത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 12:30 ആയപ്പോഴത്തേക്ക് നമുക്കൊരു ബ്രേക്ക് വന്നിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ടുള്ള ബ്രേക്ക് ആയിരുന്നു, പിന്നെ നിസ്കരിക്കാനുള്ള ടൈമൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ വലിയൊരു പ്രോഗ്രാമായിരുന്നു. പക്ഷേ സനയുടെ പ്രോഗ്രാം രണ്ടായിട്ടും നമ്മൾ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഉച്ചക്കത്തെ പ്രോഗ്രാം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈകിട്ടാണ് പൊതുസമ്മേളനവും അതേപോലെ തന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പ്രൈസ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പാടില്ല അതിൽ, കാരണം ലാസ്റ്റ് ആണല്ലോ പറയത്തുള്ളൂ. എല്ലാ പ്രോഗ്രാംസ് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ആണല്ലോ പ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ ഉണ്ടോ ഇല്ലെന്ന് നേരത്തെ പറയത്തുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വൈകിട്ട് പ്രൈസ് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പാടില്ലാത്ത കാര്യം എന്തായാലും വൈകിട്ടൊന്ന് പോയി നോക്കണമെന്ന് വിചാരിച്ചാണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ പ്രൈസ് വാങ്ങിക്കാൻ പോകണ്ടേ? സാധനം പ്രൈസ് കിട്ടോ? എനിക്കറിയില്ല. നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മളിത് പ്രൈസ് വാങ്ങിക്കാൻ പോകണ്ടേ? പ്രൈസ് കിട്ടുമെന്ന് ഒന്നും അറിയാൻ പാടില്ല, അറിയില്ല. നിങ്ങളുടെ അഭിപ്രായം പറയൂ. കിട്ടണമല്ലോ. സന കിട്ടൂല്ലേ? അറിയില്ല. ഹസ പറ. അപ്പൊ എല്ലാരും പറഞ്ഞേക്കണത് കിട്ടുമെന്നാണ് കേട്ടോ. നമുക്ക് പോയി നോക്കാട്ടാ. പണ്ട് നമ്മൾ ഈ വഴിയൊന്നും പോരാറില്ല, സർപ്പക്കാട് നടന്ന് പറഞ്ഞോണ്ടിരുന്നേ. പക്ഷെ ഇവിടെ ഇപ്പൊ ഒരുപാട് വീടൊക്കെ വന്നിട്ടാ. അങ്ങനെ ഫൈനലി നമ്മുടെ മദ്രസയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെന്നപ്പോഴത്തേക്കും പൊതുസമ്മേളനമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. അതിന് ശേഷം ഓർന്ന് കേട്ടോ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ സനാക്ക് എന്തായാലും പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രസംഗത്തിന് സെക്കൻഡ് ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ പ്രൈസൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നു കേട്ടോ. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.